ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒന്ന് ഓർത്ത് നോക്കി, അങ്ങനെ ആർക്കെങ്കിലും ലോക ചരിത്രത്തിൽ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് എന്നിട്ട് വീണ്ടും കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. കർത്താവ് യേശു ക്രിസ്തു ശാന്തശീലനാണെന്ന് സാക്ഷ്യപ്പെടുത്തി. ബൈബിള് മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ ശാന്തതയല്ലാതെ യാതൊന്നും അദ്ദേഹം ചെയ്തതായി കാണുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, കർത്താവ് യേശു ക്രിസ്തു ദൈവമായിരിക്കെ ആ കർത്താവ് യേശു ക്രിസ്തുവിനെ അന്നത്തെ മതപുരോഹിതന്മാര് വന്ന് അദ്ദേഹത്തെ പിടിച്ചെന്ന് മാത്രമല്ല, അതിനെ ബന്ധിക്കാനായിട്ട് കടന്നു വന്നു. ആ കടന്നു വന്ന സമയത്ത് കർത്താവിന്റെ ശിഷ്യനായ പത്രോസ്ലിയ തന്റെ കയ്യിൽ കരുതിയിരുന്ന വാളെടുത്ത് ശിഷ്യന് പടയാളികൾ ഒരുത്തൻ മാൽക്കോസ് എന്ന് പറഞ്ഞൊരു പടയാളിനെ വെട്ടി, കഴുത്തിനാ വെട്ടിയത് വെട്ട് തെറ്റി അത് പറ്റിയത് കാതിനാണ്. കാത് മുറിഞ്ഞു പോയി. ആ സമയത്ത് അവന്റെ അറ്റുപോയ കാതെടുത്ത് ആ പൂർവ്വ സ്ഥാനത്ത് വെച്ച് അതിന് പൂർണ്ണ സൗഖ്യം കൊടുത്ത സർവശക്തനായ ദൈവം അവിടുന്ന് പറഞ്ഞൊരു വാക്യം ഇതാണ്: വാൾ ഉറയിലിടുക, വാൾ ഉറയിടുക, വാൾ എടുക്കുന്നവൻ വാളാലെ നശിക്കും. എന്നാൽ വ്യക്തമായി പറയാമായിരുന്നു, അദ്ദേഹം ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി അവരെ വെച്ച് പൂശി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ശരിക്കും അങ്ങ് പൂശിടാന്ന് പറയായിരുന്നു. എന്നാൽ അദ്ദേഹം യേശു അങ്ങനെയല്ല പറഞ്ഞത്. ഇതാ വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവൻ വാളാലെ നശിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് പറഞ്ഞ വാക്യമാണ്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായിരിക്കാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഈ എന്നിൽ നിന്ന് പഠിച്ച വ്യക്തികളാണ് പ്രിയമുള്ളവര് ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാനായി ശ്രമിക്കുന്നത്. അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇല്ല. അവർ കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പാടിയത്, ഉന്നതന്നെ അത്യുന്നതന്നെ അങ്ങെപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. പിന്നീട് നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്യമാണ്. ഇപ്രകാരം പറയുന്നു, യേശു ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ വൃക്ഷത്തെ മനസ്സിലാക്കുക, ഫലങ്ങളിൽ നിന്ന് അവരെ നിങ്ങൾ മനസ്സിലാക്കുക. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും പുറപ്പെടുവിക്കുന്നു. നല്ല വൃക്ഷത്തിന് ഒരിക്കലും ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് ഒരിക്കലും നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത